ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എത്രയാണ് ഓതിയത്, എത്ര ദൈർഘ്യം ഉണ്ടാക്കാം. ഇതൊക്കെ പലപ്പോഴും ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാറുണ്ട്. ളുഹുറിനും അസറിനും മഗ്രിബിനും അത്ര ദീർഘിപ്പിക്കാൻ പറ്റൂല. മഗ്രിബി എന്ന് പറഞ്ഞാല് നമുക്ക് നാട്ടിൽ നിന്നൊക്കെ പരിചയം എന്താണ്, കുൽഹുവല്ലയും കുല്ലൗദു റബ്ബിൽ ഫലഖ്, ആ ചെറിയ സൂറത്ത് മാത്രം അങ്ങനെ ഓതി നിസ്കരിക്കലാണ്. അതിലത്രേ പറ്റുള്ളൂ. ളുഹുറിലും അസറിലും അധികം ദീർഘിപ്പിച്ചൂടാ എന്നൊക്കെ ഒരു ധാരണകളാണ് നമുക്കുള്ളത്. സത്യത്തിൽ പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള പാരായണത്തിന്റെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ വല്ലാഹി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ളുഹുർ പോലും നബി നിസ്കരിച്ചുമായി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഒരു റക്കായത്തിലൊക്കെ ചില ഹദീസിൽ എന്താ പറയുന്നത്, നബി ളുഹുറിന്റെ ഒന്നാമത്തെ റക്കായത്തിലാണ് കൈകെട്ടി നിന്നാൽ ഞങ്ങളിൽ ഒരാൾക്ക് അവന്റെ ബഖീന്റെ അടുത്ത് പോയിട്ട്, അതായത് തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വിസർജനത്തിന് വേണ്ടി ഒരു പറമ്പിൽ പോയി അവിടുന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഉളു ഉണ്ടാക്കി പള്ളിയിലേക്ക് തിരിച്ചു വന്നാലും നബി ആ നൃത്തം നിൽക്കുന്നുണ്ടാവും. ളുഹുറിന്റെ ഒന്നാമത്തെ റക്കായത്തിന് പോലും റുക്കൂക്ക് പോയിട്ടുണ്ടാവില്ല. അത്ര ദൈർഘ്യമേറിയ ളുഹുറു അസറൊക്കെ നബി നിസ്കരിച്ചിട്ടുണ്ട്, പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം എന്താണ്? ചിലപ്പോൾ നബി ദീർഘിപ്പിക്കും, പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നബി എന്ത് ചെയ്യും, വളരെ ചുരുക്കി നിസ്കരിക്കും ചെയ്യും. പ്രത്യേക കാരണങ്ങൾ ഉണ്ടായാൽ ചുരുക്കി നിസ്കരിക്കും. ഒരു ഹദീസ് കാണാൻ സാധിക്കും, നബി ഒരു സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിന്നു. സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിന്ന് നബി ദൈർഘ്യമേറിയ നിസ്കാരം നിർവഹിക്കുന്ന സമയമാണ് സുബഹി. ആ സമയത്ത് ഒന്നാമത്തെ റക്കായത്തിലേക്ക് കൈയ്യട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കന്നെ ബാക്കിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് കുട്ടികൾ കൂട്ടക്കരച്ചിലോട് കൂട്ടക്കരച്ചിൽ. ഞാൻ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു, ദൈർഘ്യമേറിയ സൂറത്ത് ഓതാൻ വേണ്ടി വിചാരിച്ചു. കുട്ടികളുടെ കരച്ചിൽ ഞാൻ കേൾക്കുന്നു. എന്റെ നിസ്കാരം അതാ ഞാൻ ചുരുക്കുന്നു. എന്റെ ബാക്കിൽ നിൽക്കുന്ന ആ കുട്ടികളുടെ ഉമ്മമാർക്ക് വിഷമാകുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നബി ഒരിക്കൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടി നിന്ന് എന്ത് ചെയ്തു, നിന്ന് ഒന്നാമത്തെ റക്കായത്തിൽ കുൽഹുവല്ലയുണ്ട് ഓതി, രണ്ടാമത്തെ റക്കായത്തിൽ കുല്ലൗദു റബ്ബിൽ ഫലഖ് കൊണ്ട് ഓതിയിട്ട് സുബഹിയാണ് കഴിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ വത്തീനി വസ്സൈത്തൂൻ എന്ന സൂറത്തും പിന്നെ ചെറിയ മറ്റൊരു സൂറത്ത് ഓതിയിട്ട് റുകൂയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചായിരുന്നു ദൈർഘ്യമാക്കലും ചുരുക്കലും ഇടത്തരമാക്കലും ഒക്കെ നബി ചെയ്തിരുന്നത്. ഏതവസരത്തിലും സ്പീഡിലേ നിസ്കരിക്കാവൂ എന്നുള്ളൊരു ചിന്താഗതിയില്ല. പ്രവാചകന്റെ വിവിധ വഖത്തുകളിൽ ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ നബി ഓരോ റക്കായത്തുകളിലും ഓരോ വഖത്തുകളിലും പാരായണം ചെയ്തിരുന്ന ചില സൂറത്തുകളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഉദാഹരണമായിട്ട് ഫജ്റിൽ സുബഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യഖറഉ ഫിൽ ഫജ്രി ബിനഹ്വി 60 ആയ ഇലാ 100 ആയ 60 മുതൽ 100 ആയത്ത് വരെയൊക്കെ ഒരു റക്കായത്തിൽ ഓതിയിരുന്നു എന്നാണ്. 60 ആയത്ത് മുതൽ 100 ആയത്ത് വരെയൊക്കെ. തന്നെയല്ല, ചില ഹദീസുകൾ കാണാൻ സാധിക്കും അൽ ബഖറ ഓതി തീർന്ന് നിസാ സൂറത്ത് ഓതി ആലി ഇമ്രാൻ ഓതി ജുസ് അസർനായി നിങ്ങൾക്ക് അൽ ബഖറ എന്ന് പറയുമ്പോൾ തന്നെ 300ന്റെ അടുത്തോളം ആയത്തുണ്ട്, 280 ചില്ലാൻ ആയത്തുകളുണ്ട്. പിന്നെ ആലി ഇമ്രാൻ ഏതാണ്ട് 200ന്റെ അടുത്ത ആയത്ത്, പിന്നെ നിസാ, ഇങ്ങനെയൊക്കെ ഓതി കുറെ ഒറ്റ റക്കായത്തിലൊക്കെ നബി അങ്ങനെ ഓതിയിട്ടുണ്ട് എന്നാണ്. ചില സഹാബത്തൊക്കെ വിഷമം കൊണ്ട് ഇരുന്നു പോയി എന്നൊക്കെ കാണാൻ സാധിക്കും. അത് അങ്ങനെയും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേറെ ചിലതിൽ നബി സൂറത്തുൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്ന് തുടങ്ങുന്നത്, സൂറത്തുൽ റൂം അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം, ഇദാ ശംസു കുവ്വിറത്ത്, ഇദാ സുൽസിലത്ത്, ഇതൊക്കെ ഓതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുല്ലൗദു റബ്ബിൽ ഫലഖും കുല്ലൗദു റബ്ബിൻ നാസ് ഓതിയിട്ടുണ്ട് യാത്രയിൽ. അങ്ങനെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കുറക്കൊക്കെ ചെയ്യാറുണ്ട്.